നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നിങ്ങൾക്ക് വ്യക്തിപരമായി എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നോ? ഇനി പുതിയ വർഷത്തേക്കുള്ള പ്ലാൻ എന്താണ്? ഈ സാമ്പത്തിക വർഷത്തിലൊക്കെ എന്തിരിക്കുന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ അത് മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ എല്ലാവരും ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെ കഠിനമായി അധ്വാനിക്കുന്നത് പണമുണ്ടാക്കാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മാസാന്ത്യമാകുമ്പോഴേക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നിശ്ചയമുണ്ടോ? കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ പണം സമ്പാദിക്കുന്നത് അടിയിൽ സുഷിരമുള്ളൊരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എത്ര ഒഴിച്ചാലും പാത്രം നിറയില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ വരുമാനം ഉണ്ടായാൽ നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തീരുമെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നം നമ്മുടെ വരുമാനമല്ല, മറിച്ച് നമ്മുടെ സാമ്പത്തിക അച്ചടക്കമാണ്. ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടായിട്ടും കടക്കെണിയിൽ കഴിയുന്നവരും കുറഞ്ഞ വരുമാനത്തിൽ നിന്ന് വലിയ സമ്പാദ്യം കെട്ടിപ്പടുത്തവരും നമ്മുടെ ഇടയിലുണ്ട്. ഇവരെ തമ്മിൽ വേർതിരിക്കുന്ന ഒരേ ഒരു ഘടകമാണ് സാമ്പത്തിക ആസൂത്രണം അഥവാ ഫൈനാൻഷ്യൽ പ്ലാനിംഗ്. ഒരു പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഈ വേളയിൽ നമുക്ക് സ്വയം ഒരു ചോദ്യം ചോദിക്കാം. അപ്രതീക്ഷിതമായി നാളെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ എത്ര ദിവസം എനിക്ക് സമാധാനമായി മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും അന്തസ്സോടെയുള്ള ജീവിതത്തിനായുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. അപ്പോഴും വേറൊരു വിഭാഗം ആളുകളുണ്ട്. 10 വർഷം മുൻപേ ഞാൻ നിക്ഷേപം തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എത്ര വലിയ തുക എൻ്റെ കൈവശം ഉണ്ടായേനെ എന്ന് ചിന്തിക്കുന്നവർ. അല്ലെങ്കിൽ എൻ്റെ 40കളിലോ 50കളിലോ ആണ്, അതുകൊണ്ട് ഇനി എന്ത് സാമ്പത്തിക പ്ലാനിംഗ് നടത്താനാണെന്ന് ചിന്തിക്കുന്നവർ. നിങ്ങളുടെ പ്രായം 25 ആകട്ടെ അല്ലെങ്കിൽ 45 ആകട്ടെ, അതുമല്ലെങ്കിൽ വിരമിക്കാൻ പോകുന്ന പ്രായമാകട്ടെ, സാമ്പത്തിക അച്ചടക്കം തുടങ്ങാൻ ഒരിക്കലും വൈകിയിട്ടില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും സാധാരണക്കാരായി നമ്മൾ വിചാരിക്കുന്നത് സമ്പന്നനാകുക എന്നത് ഭാഗ്യമോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാർക്ക് മാത്രം സാധിക്കുന്ന ഒന്നോ ആണ് എന്നാണ്. എന്നാൽ സത്യം അതല്ല. കൃത്യമായ പ്ലാനിങ്ങും സാങ്കേതികമായ അറിവും ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും മാന്യമായ രീതിയിൽ സമ്പത്ത് കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഇതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിംഗ് സീരീസ് നമ്മൾ ഇന്ന് ഈ ഒരു പുതിയ സാമ്പത്തിക വർഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കാര്യത്തിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇന്ന് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്താണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ സെബിയുടെ കീഴിലുള്ള NISM അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് നൽകുന്ന ഗൈഡ് ലൈനുകളുടെയും പാഠ്യപദ്ധതിയെയും അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളാണ് നൽകുന്നത്. ഒരു സാധാരണക്കാരൻ എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ തന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ അറിവാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? കുടുംബത്തിനോ വ്യക്തിക്കോ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാവുന്നതുമായ ആവശ്യങ്ങളും ചെലവുകളും നിറവേറ്റുന്നതിന് മതിയായ വരുമാനമോ വിഭവങ്ങളോ ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് സാമ്പത്തിക ആസൂത്രണം അഥവാ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ലക്ഷ്യമിടുന്നത്. ജോലി, ശമ്പളം, ബിസിനസ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്നാകാം ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ പതിവ് വരുമാനം ലഭിക്കുന്നത്. ഇങ്ങനെ കുടുംബത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ചെലവുകളും ഈ വരുമാനത്തെയും അത് ലഭിക്കുന്ന സമയത്തെയും ആശ്രയിച്ചാണ് ക്രമീകരിക്കുന്നത്. എന്നിരുന്നാലും ലഭ്യമായ വരുമാനത്തിൽ നിന്ന് മറ്റ് ചെലവുകളും കണ്ടെത്തേണ്ടി വന്നേക്കാം. വിരമിക്കൽ കാലം പോലെ വരുമാനം ഇല്ലാതിരിക്കുകയോ കുറയുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നിലവിലെ വരുമാനം വിനിയോഗിക്കേണ്ടത്. വലിയ മെഡിക്കൽ ചെലവുകൾ പോലെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത അപ്രതീക്ഷിത ചെലവുകളോ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വീട് വാങ്ങൽ പോലെ ഭാവിയിൽ വലിയ തുക ആവശ്യമുള്ള കാര്യങ്ങളോ ഉണ്ടായേക്കാം. ഇവയെല്ലാം കൃത്യസമയത്ത് നിറവേറ്റാൻ മതിയായ പണം ആവശ്യമാണ്. അതിനാൽ നിലവിലെ വരുമാനത്തിന്റെ ഒരു ഭാഗം സമ്പാദിക്കുകയും ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആസ്തികൾ സൃഷ്ടിക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യണം. ചുരുക്കത്തിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാവുന്നതുമായ പണത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഒരു കുടുംബത്തിന്റെയോ വ്യക്തിയുടെയോ വരുമാനം, ചിലവ്, ആസ്തികൾ, ബാധ്യതകൾ എന്നിവ ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം വെച്ച് മനസ്സിലാക്കിയാലോ? മിഥുനത്തിലെ സേതുവിനെയും സുലോചനയും ഓർമ്മയില്ലേ? സേതുവിന് അദ്ദേഹത്തിന്റെ ബിസിനസ് ആരംഭിച്ചതിന് ശേഷം 2 ലക്ഷം രൂപ വരുമാനം ലഭിച്ചു തുടങ്ങിയെന്ന് കരുതുക. കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾ, വീട്, കാർ ലോണുകൾ എന്നിവയെല്ലാം കഴിഞ്ഞ് മാസം 40,000 രൂപ സമ്പാദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്ന് കരുതുക. ടാക്സ് സേവിങ്സ് നിക്ഷേപങ്ങൾ, ബാങ്ക് ഡെപ്പോസിറ്റുകൾ, ബോണ്ടുകൾ, ചില മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയും അദ്ദേഹത്തിനുണ്ട്. തനിക്കും സുലോചനയ്ക്കും വേണ്ടി ഇൻഷുറൻസ് പ്രീമിയവും അദ്ദേഹം അടയ്ക്കുന്നുണ്ട്. കുടുംബത്തിലെ ഏക വരുമാന സ്രോതസ് സേതു ആയതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാവുന്നതുമായ ആവശ്യങ്ങൾക്കുമായി കൃത്യമായിട്ടാണ് താൻ കൈകാര്യം ചെയ്യുന്നതെന്ന് സേതു വിശ്വസിക്കുന്നു. ഇവിടെ സേതു നടപ്പാക്കിയ പ്ലാൻ പ്രോപ്പറായി നടപ്പാക്കുന്നുണ്ടോ എന്നറിയാൻ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയാൽ മതിയാകും. ഇത് സേതുവിന് മാത്രമല്ല, നിങ്ങൾക്കും ബാധകമാണ്. അതായത് നിങ്ങൾ പ്രോപ്പർ ആയാണോ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇനി പറയുന്ന ചോദ്യങ്ങൾ എഴുതി ഉത്തരം കണ്ടെത്താവുന്നതാണ്. കുടുംബത്തിലെ ഏക വരുമാന സ്രോതസ് നിങ്ങളാണോ? ആണെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ വരുമാനം തടസ്സപ്പെട്ടാൽ
ചെലവുകൾ നേരിടാൻ ഒരു എമർജൻസി ഫണ്ട് കരുതിയിട്ടുണ്ടോ? അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ? മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ ആരോഗ്യ ഇൻഷുറൻസ് കുടുംബത്തിനുണ്ടോ? ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നിശ്ചിത ചെലവുകൾ എന്തൊക്കെയാണ്? അത് എങ്ങനെ കണ്ടെത്താം? ഭാവിയിലെ വലിയ ചെലവുകൾക്കായി എത്ര രൂപയുടെ സമ്പാദ്യം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്? നിലവിലെ വരുമാനവും ചെലവും വെച്ച് നോക്കുമ്പോൾ ആവശ്യമായ തുക സമാഹരിക്കാൻ ഇപ്പോൾ നടത്തുന്ന സമ്പാദ്യം മതിയോ? ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിലവിലെ ചിലവുകൾ കുറയ്ക്കേണ്ടതുണ്ടോ അതോ വരുമാനം വർദ്ധിപ്പിക്കുകയാണോ വേണ്ടത്? ഇതുവരെ നടത്തിയ നിക്ഷേപങ്ങൾ എത്രയുണ്ട്? അവ ആവശ്യങ്ങൾക്കായി എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗിക്കാം? സമ്പാദ്യം എവിടെ നിക്ഷേപിക്കണം? ഏത് തരം ഫണ്ടുകൾ തിരഞ്ഞെടുക്കണം? നിക്ഷേപങ്ങളിൽ എത്രത്തോളം റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും? ആ റിസ്കുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം? വരുമാനം, ചെലവ്, ഭാവി ആവശ്യങ്ങൾ എന്നിവയിൽ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് നിക്ഷേപങ്ങൾ മാറുന്നുണ്ടെന്ന് എങ്ങനെ ഉറപ്പാക്കും? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം എങ്കിൽ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ആവശ്യമാണ്. ഇത് നിലവിലെ സാഹചര്യം വിലയിരുത്താനും ആവശ്യങ്ങൾ തിരിച്ചറിയാനും അവ നിറവേറ്റാൻ ആവശ്യമായ സമ്പാദ്യം നിശ്ചയിക്കാനും സഹായിക്കും. നിങ്ങളുടെ വരുമാനം എത്ര ചെറുതായാലും അത് ശരിയായ ദിശയിൽ നിക്ഷേപിച്ചാൽ വലിയൊരു സാമ്പത്തിക അടിത്തറ പാകാൻ സാധിക്കും. അതിനായി ഇന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം അതറിഞ്ഞാണ് നമുക്കിനി മുന്നോട്ടുള്ള കടമകൾ കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ന്യൂ ഫൈനാൻഷ്യൽ റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് പ്രൊഫഷണൽ രീതിയിൽ തന്നെ സമ്പത്ത് വളർത്താനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ സീരീസിന് വേണ്ട സജഷൻസ് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടുഡേ ഓൺവാർഡ്സ് ലെറ്റ്സ് ലേൺ ടു ഇൻവെസ്റ്റ് ഗ്രോ.